ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുൻ നൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 26 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 27, 28, 29 എന്നീ 3 ആയത്തുകൾ നമുക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا لا تدخلوا بيوتا غير بيوتكم حتى تستأنسوا وتسلموا على أهلها ذلكم خير لكم لعلكم تذكرون. فإن لم تجدوا فيها أحدا فلا تدخلوها حتى يؤذن لكم وَإِنْ قِيلَ لَكُمُ ارْجِعُوا فَارْجِعُوا هُوَ أَزْكَى لَكُمْ وَاللَّهُ بِمَا تَعْمَلُونَ عَلِيمٌ. لَيْسَ عَلَيْكُمْ جُنَاحٌ أَنْ تَدْخُلُوا بُيُوتًا غَيْرَ مَسْكُونَةٍ فِيهَا مَتَاعٌ لَكُمْ وَاللَّهُ يَعْلَمُ مَا تُبْدُونَ وَمَا تَكْتُمُونَ. കഴിഞ്ഞ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി, ചീത്ത സ്ത്രീകൾ ചീത്ത പുരുഷന്മാർക്കാണ് യോജിക്കുക, അതുപോലെ ചീത്ത പുരുഷന്മാർ ചീത്ത സ്ത്രീകൾക്കുമാണ് യോജിക്കുക. നല്ല സ്ത്രീകൾ നല്ല പുരുഷന്മാർക്കും നല്ല പുരുഷന്മാർ നല്ല സ്ത്രീകൾക്കുമാണ് യോജിക്കുക. ശേഷം അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു. ആമന വിശ്വസിച്ചു, ആമനു അവർ വിശ്വസിച്ചു. അതിൻ്റെ മുമ്പിൽ അല്ലസീന ചേർക്കുമ്പോൾ അല്ലസീന ആമനു വിശ്വസിച്ചവർ. യാ അയ്യുഹ എന്നുള്ളത് വിളിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഹേ എന്നർത്ഥം കൊടുക്കാം. യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ഹേ വിശ്വസിച്ചവരെ. ലാ തദ്ഖുലു, ദഖല പ്രവേശിച്ചു, യദ്ഖുലു പ്രവേശിക്കും പ്രവേശിക്കുന്നു, തദ്ഖുലു നീ പ്രവേശിക്കും നീ പ്രവേശിക്കുന്നു, തദ്ഖുലൂന നിങ്ങൾ പ്രവേശിക്കും നിങ്ങൾ പ്രവേശിക്കുന്നു. അതിൻ്റെ മുമ്പിൽ ലാ എന്ന് ചേർക്കുമ്പോൾ ലാ തദ്ഖുലു എന്നാവും, അവസാനത്തെ നൂന് പോവും. അപ്പോൾ ലാ തദ്ഖുലു നിങ്ങൾ പ്രവേശിക്കരുത്, അരുത് എന്നുള്ള അർത്ഥം കിട്ടും ലാ ചേർക്കുമ്പോൾ. എവിടെ? ബുയൂത്തൻ വീടുകളിൽ. ബൈത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ബുയൂത്ത്, വീടുകൾ. ബൈത്ത് വീട്, ബുയൂത്ത് വീടുകൾ. ബാത്ത എന്ന് പറഞ്ഞാൽ രാപ്പാർത്തു എന്നാണ്. ബൈത്ത് എന്ന് പറഞ്ഞാൽ രാപ്പാർക്കുന്നതിനുള്ള സ്ഥലം, അതായത് വീട്. അപ്പോൾ ബുയൂത്തൻ വീടുകളിൽ. ഗൈറ ബുയൂത്തിക്കും, ഗൈറ ഒഴികെ, ബുയൂത്തിക്കും കും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ, ബുയൂത്തിക്കും നിങ്ങളുടെ വീടുകൾ. അപ്പോൾ നിങ്ങളുടെ വീടുകൾ ഒഴികെ, നിങ്ങളുടെ വീടുകളിൽ ഒഴികെ മറ്റുള്ള വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കരുത്, സത്യവിശ്വാസികളെ നിങ്ങൾ പ്രവേശിക്കരുത്. എങ്ങനെ? ഹത്ത തസ്തഇനിസു, ഹത്ത എന്ന് പറഞ്ഞാൽ വരെ, തസ്തഇനിസു ഇസ്തഇനസ എന്ന് പറഞ്ഞാൽ സമ്മതം ചോദിച്ചു എന്നാണ്. യസ്തഇനിസു സമ്മതം ചോദിക്കും സമ്മതം ചോദിക്കുന്നു, തസ്തഇനിസു നീ സമ്മതം ചോദിക്കും നീ സമ്മതം ചോദിക്കുന്നു, തസ്തഇനിസൂന നിങ്ങൾ സമ്മതം ചോദിക്കും നിങ്ങൾ സമ്മതം ചോദിക്കുന്നു. അപ്പോൾ അതിനു മുമ്പിൽ ഹത്ത വരുമ്പോൾ ഹത്ത തസ്തഇനിസു എന്നാവും. നിങ്ങൾ സമ്മതം ചോദിക്കുന്നത് വരെ, അല്ലെങ്കിൽ നിങ്ങൾ സമ്മതം ചോദിക്കുവോളം. വ തുസല്ലിമു, സല്ലമ സലാം പറഞ്ഞു, യുസല്ലിമു സലാം പറയും സലാം പറയുന്നു, തുസല്ലിമു നീ സലാം പറയും നീ സലാം പറയുന്നു, തുസല്ലിമൂന നിങ്ങൾ സലാം പറയും നിങ്ങൾ സലാം പറയുന്നു. വ തുസല്ലിമു, ആ വാവ് അവിടെ കൊടുക്കാൻ കാരണം ഹത്ത എന്നുള്ളത് ഇതിലേക്കും ബാധകമാണ്. അപ്പോൾ നിങ്ങൾ സലാം പറയുവോളം. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് നിങ്ങൾ സലാം പറയുകയും നിങ്ങൾ സമ്മതം ചോദിക്കുകയും ചെയ്യുന്നത് വരെ. ആ ഹത്ത എന്നുള്ളത് രണ്ടിനും ബാധകമാണ്. അതിൻ്റെ ഇടയിലുള്ള വാവ് അത്ഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. അപ്പോൾ നിങ്ങൾ സമ്മതം ചോദിക്കുകയും സലാം പറയുകയും ചെയ്യുന്നത് വരെ. അല അഹ്ലിഹ, അല എന്ന് പറഞ്ഞാൽ മേൽ, അഹ്ലി എന്ന് പറഞ്ഞാൽ ആളുകൾ, അഹ്ലിഹ അതിൻ്റെ ആളുകൾ, അതിൻ്റെ എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ അല്ലെങ്കിൽ വീടുകളുടെ. അവിടെ ബുയൂത്ത് എന്നുള്ളത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് അഹ്ലിഹ എന്ന് അവസാനത്തിൽ ഹ സ്ത്രീലിംഗം ഉപയോഗിച്ചത്. അപ്പോൾ അതിൻ്റെ ആളുകൾ. അല അഹ്ലിഹ അതിൻ്റെ ആളുകളുടെ മേൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആളുകൾക്ക്, ആ വീട്ടിലെ ആളുകളോട് എന്നർത്ഥം. ദാലിക്കും അത്, ശരിക്ക് ദാലിക്ക എന്ന് പറഞ്ഞാലും ദാലിക്കും എന്ന് പറഞ്ഞാലും അത് എന്നാണ് അർത്ഥം. കുറേ ആളുകളോട് പറയുമ്പോൾ ദാലിക്കും എന്ന് പറയും, ഒരാളോട് പറയുമ്പോൾ ദാലിക്ക എന്ന് പറയും. ദാലിക്കും അത്, ഖൈറുൻ
ഏറ്റവും ഉത്തമമാണ്, ലക്കും നിങ്ങൾക്ക്, ലഅല്ലക്കും നിങ്ങൾ ആയേക്കാം, ലഅല്ല അങ്ങനെ ആയേക്കാം, ലഅല്ലക്കും നിങ്ങൾ ആയേക്കാം, തദക്കറൂൻ, തദക്കറ എന്ന് പറഞ്ഞാൽ ഓർമ്മിച്ചു അല്ലെങ്കിൽ ചിന്തിച്ചു എന്നൊക്കെയാണ്. അതിൻ്റെ മുതാരി യതദക്കറു, തതദക്കറു എന്നൊക്കെയാണ്. യതദക്കറു എന്ന് പറയുമ്പോൾ അവൻ ഓർമ്മിക്കും, അവൻ ഓർമ്മിക്കുന്നു, അല്ലെങ്കിൽ അവൻ ചിന്തിക്കും, അവൻ ചിന്തിക്കുന്നു. തതദക്കറു ആകുമ്പോൾ നീ ഓർമ്മിക്കും, നീ ഓർമ്മിക്കുന്നു, അല്ലെങ്കിൽ നീ ചിന്തിക്കും, നീ ചിന്തിക്കുന്നു. തതദക്കറൂൻ നിങ്ങൾ ഓർമ്മിക്കും, നിങ്ങൾ ഓർമ്മിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾ ചിന്തിക്കുന്നു. ഈ തതദക്കറൂൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ 2 താകൾ അടുത്തടുത്തുള്ളതിൽ ഒരു താവിനെ കളയും. അപ്പോൾ വെറും തദക്കറൂൻ എന്ന് മാത്രമാവും. അതിനു മുമ്പിൽ ലഅല്ലക്കും എന്ന് ചേർക്കുമ്പോൾ ലഅല്ലക്കും നിങ്ങൾ ആയേക്കാം, തദക്കറൂൻ നിങ്ങൾ ചിന്തിക്കുന്നു, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നവരായേക്കാം. ലഅല്ലക്കും തദക്കറൂൻ നിങ്ങൾ ചിന്തിക്കുന്നവരായേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഓർമ്മിക്കുന്നവരായേക്കാം, നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി എന്നൊക്കെ അർത്ഥം കൊടുക്കാം. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം നോക്കാം. യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതിക്കും ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ. സത്യവിശ്വാസികളെ, നിങ്ങളുടേതല്ലാത്ത മറ്റുള്ളവരുടെ വീടുകളിൽ ആ വീട്ടിലെ ആളുകളോട് സമ്മതം ചോദിക്കുന്നത് വരേക്കും, അവരോട് സലാം പറയുന്നത് വരേക്കും ആ വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കരുത്. ദാലിക്കും ഖൈറുല്ലക്കും ലഅല്ലക്കും തദക്കറൂൻ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം, നിങ്ങൾ ചിന്തിക്കുന്നവരായേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി. അടുത്ത ആയത്ത് ഫഇല്ലം തജിദു ഫീഹ, ഫ ഇനി, ഇൻ എങ്കിൽ, ലം തജിദു വജദ കണ്ടു, യജിദു കാണും കാണുന്നു, തജിദു നീ കാണും നീ കാണുന്നു, തജിദൂന നിങ്ങൾ കാണും നിങ്ങൾ കാണുന്നു. അതിൻ്റെ മുമ്പിൽ ലം വരുമ്പോൾ ലം തജിദു എന്നാവും, അവസാനത്തെ നൂന് പോവും. അപ്പോൾ നിങ്ങൾ കണ്ടില്ല എന്നാവും. ലം തജിദു നിങ്ങൾ കണ്ടില്ല. അതിന് മുമ്പിൽ ഇൻ ചേർത്ത് പറയുമ്പോൾ ഇൻ ലം തജിദു നിങ്ങൾ കണ്ടില്ല എങ്കിൽ, അതിൻ്റെ മുമ്പിലുള്ള ഫാവും കൂടെ ചേർത്ത് പറയുമ്പോൾ ഫ ഇല്ലം തജിദു ഇനി നിങ്ങൾ കണ്ടില്ല എങ്കിൽ, ഫീഹ അവിടെ ആ വീട്ടിൽ, അഹദൻ ഒരാളെയും, ഫലാ തദ്ഖുലൂഹ ഫ അപ്പോൾ, ലാ തദ്ഖുലൂഹ ലാ തദ്ഖുലൂ നിങ്ങൾ പ്രവേശിക്കരുത്, ഹാ അവിടെ നിങ്ങൾ അവിടെ പ്രവേശിക്കരുത്, ഹത്താ യുഅ്ദന ലക്കും ഹത്താ വരെ, യുഅ്ദന അസിന എന്ന് പറഞ്ഞാൽ സമ്മതം നൽകി എന്നാണ്, അനുവാദം നൽകി, അസിന. ഉസിന എന്ന് പറയുമ്പോൾ അനുവാദം നൽകപ്പെട്ടു, സമ്മതം നൽകപ്പെട്ടു, അത് മജ്ഹൂൽ രൂപമാണ്. അപ്പോൾ ഹത്താ യുഅ്ദന അനുമതി നൽകപ്പെടുന്നത് വരെ, ലക്കും നിങ്ങൾക്ക്, വ ഇൻ ഖീല ലക്കും, വ ഇൻ ഇനി, അവിടെ വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല. ഇൻ എങ്കിൽ, ഖീല പറയപ്പെട്ടു, ഖാല പറഞ്ഞു, ഖീല പറയപ്പെട്ടു, വ ഇൻ ഖീല ഇനി പറയപ്പെട്ടാൽ, ലക്കും നിങ്ങളോട്, ഇർജിഉ റജഅ മടങ്ങി, ഇർജി നീ മടങ്ങ്, അത് കൽപ്പന ക്രിയയാണ്. ഇർജിഉ നിങ്ങൾ മടങ്ങുവീൻ, വ ഇൻ ഖീല ലക്കും ഇർജിഉ ഇനി നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ മടങ്ങുവീൻ എന്ന്, ഫർജിഉ ഫ അപ്പോൾ, ഇർജിഉ നിങ്ങൾ മടങ്ങുക, റജഅ മടങ്ങി, ഇർജി നീ മടങ്ങ്, ഇർജിഉ നിങ്ങൾ മടങ്ങുക, നിങ്ങൾ മടങ്ങണം. ഹുവ അത്, അസ്കാലക്കും, അസ്ക എന്ന് പറഞ്ഞാൽ ഏറ്റവും പരിപാവനമാണ്, ഏറ്റവും പരിശുദ്ധമാണ്, ഏറ്റവും നല്ലതാണ്, ലക്കും നിങ്ങൾക്ക്. വല്ലാഹു ബിമാ തഅമലൂന അലീം, വല്ലാഹു തുടക്കത്തിലുള്ള വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണ്ട. വല്ലാഹു അല്ലാഹു, ബിമാ തഅമലൂന അമില പ്രവർത്തിച്ചു, യഅമലു പ്രവർത്തിക്കും പ്രവർത്തിക്കുന്നു, തഅമലു നീ പ്രവർത്തിക്കും നീ പ്രവർത്തിക്കുന്നു, തഅമലൂന നിങ്ങൾ പ്രവർത്തിക്കും നിങ്ങൾ പ്രവർത്തിക്കുന്നു, മാ തഅമലൂന നിങ്ങൾ പ്രവർത്തിക്കുന്നത്, ബിമാ തഅമലൂന ബി എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി, അതിനെക്കൊണ്ട്, ബിമാ തഅമലൂന നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി. അപ്പോൾ വല്ലാഹു ബിമാ തഅമലൂന നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അല്ലാഹു അലീം അറിയുന്നവനാണ്, നന്നായി അറിയുന്നവനാണ്, അങ്ങേയറ്റം അറിയുന്നവനാണ്. അലിമ അറിഞ്ഞു, അലീം അറിയുന്നവൻ. അപ്പോൾ വല്ലാഹു ബിമാ തഅമലൂന അലീം, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അങ്ങേയറ്റം അറിയുന്നവനാണ്. ഒന്നിച്ച് ഈ ആയത്തിൻ്റെ അർത്ഥം, ഫഇല്ലം തജിദു ഫീഹ അഹദൻ ഫലാ തദ്ഖുലൂഹ ഹത്താ യുഅ്ദന ലക്കും ഇനി നിങ്ങൾ അവിടെ ഒരാളെയും കണ്ടില്ല എങ്കിൽ,
നിങ്ങൾക്ക് അനുവാദം നൽകപ്പെടുന്നത് വരെ നിങ്ങൾ അവിടെ പ്രവേശിക്കരുത്. വ ഇൻ ഖീലലക്കും മുർജിഉ ഫർജിഉ ഹുവ അസ്കാലക്കും. ഇനി നിങ്ങളോട് മടങ്ങി പോരാൻ ആവശ്യപ്പെട്ടാൽ, അങ്ങനെ പറയപ്പെട്ടാൽ നിങ്ങൾ മടങ്ങിപ്പോരണം, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, അതാണ് ഏറ്റവും പവിത്രമായത്. വല്ലാഹു ബിമാ തഅമലൂന അലീം. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി നന്നായി അറിയുന്നവനാകുന്നു. അടുത്ത ആയത്ത് ലൈസ അലൈക്കും ജുനാഹുൻ. ലൈസ ഇല്ല, അലൈക്കും നിങ്ങളുടെ മേൽ, ജുനാഹുൻ കുറ്റം തെറ്റ്. ലൈസ അലൈക്കും ജുനാഹുൻ നിങ്ങളുടെ മേൽ ഒരു കുറ്റമില്ല, നിങ്ങളുടെ മേൽ തെറ്റില്ല. സാധാരണഗതിയിൽ ഏതെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുമ്പോൾ അവിടെ നമുക്കൊരു സംശയം വരും, ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്താൽ അതൊരു തെറ്റാവൂ. ആ സമയത്തൊക്കെയാണ് സാധാരണ ഈ പദപ്രയോഗം വരിക, ലൈസ അലൈക്കും ജുനാഹുൻ നിങ്ങളുടെ മേൽ കുറ്റമില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ സംശയം ഉണ്ടാവും, ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്താൽ അത് തെറ്റാവൂ. അപ്പോൾ അള്ളാഹു പറയാണ് നിങ്ങളുടെ മേൽ കുറ്റമില്ല. എന്ത്? അൻ തദ്ഖുലൂ, എന്ന് പറഞ്ഞാൽ എന്നത് എന്നർത്ഥം കൊടുക്കാം ഇവിടെ. തദ്ഖുലു ദഖല പ്രവേശിച്ചു, യദ്ഖുലു പ്രവേശിക്കും പ്രവേശിക്കുന്നു, തദ്ഖുലു നീ പ്രവേശിക്കും നീ പ്രവേശിക്കുന്നു, തദ്ഖുലൂന നിങ്ങൾ പ്രവേശിക്കും നിങ്ങൾ പ്രവേശിക്കുന്നു. അൻ തദ്ഖുലൂ എന്നേ വരുള്ളൂ, അൻ തദ്ഖുലൂന എന്ന് പറയില്ല, അവസാനത്തെ നൂന് പോവും അൻ ചേർക്കുമ്പോൾ. അൻ തദ്ഖുലൂ നിങ്ങൾ പ്രവേശിക്കുക എന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പ്രവേശിക്കൽ, നിങ്ങളുടെ പ്രവേശനം, ബുയൂത്തൻ വീടുകളിൽ, ഗൈറ മസ്കൂനത്തിൻ, ഗൈറ എന്ന് പറഞ്ഞാൽ ഒഴികെ അല്ലെങ്കിൽ ഇല്ലാത്ത എന്നൊക്കെ അർത്ഥം കൊടുക്കാം. മസ്കൂനത്തിൻ ആൾപ്പാർപ്പുള്ള. അപ്പോൾ ഗൈറ മസ്കൂനത്തിൻ എന്നുള്ളതിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം ആൾപ്പാർപ്പില്ലാത്ത അല്ലെങ്കിൽ താമസിക്കപ്പെടാത്ത. ഫിഹ അവിടെ, മത്താഉൻ ലക്കും, മത്താഉൻ വിഭവം അല്ലെങ്കിൽ ആവശ്യം ഉപയോഗം, ലക്കും നിങ്ങൾക്കുള്ള. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തദ്ഖുലു ബുയൂത്തൻ ഗൈറ മസ്കൂനത്തിൻ ഫിഹ മത്താഉൻ ലക്കും നിങ്ങൾക്ക് ആവശ്യങ്ങളുള്ളതും എന്നാൽ ആൾപ്പാർപ്പില്ലാത്തതുമായ വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കുന്നതിൽ തെറ്റില്ല. വല്ലാഹു യഅലമു മാ തുബ്ദൂന വമാ തക്തുമൂൻ. വല്ലാഹു അള്ളാഹു, അല്ലെങ്കിൽ അള്ളാഹു ആകട്ടെ, വാവിന് ഇസ്തിനാഫിയുടെ വാവായതുകൊണ്ട് അർത്ഥം കൊടുക്കേണ്ടതില്ല. യഅലമു അലിമ അറിഞ്ഞു, യഅലമു അറിയും അറിയുന്നു, വല്ലാഹു യഅലമു അള്ളാഹു അറിയും, മാ തുബ്ദൂന അബ്ദ എന്ന് പറഞ്ഞാൽ വെളിവാക്കി എന്നാണ്. യുബ്ദീ വെളിവാക്കും വെളിവാക്കുന്നു, തുബ്ദീ നീ വെളിവാക്കും നീ വെളിവാക്കുന്നു, തുബ്ദൂന നിങ്ങൾ വെളിവാക്കും നിങ്ങൾ വെളിവാക്കുന്നു, മാ തുബ്ദൂന നിങ്ങൾ വെളിവാക്കുന്നത്. അപ്പോൾ വല്ലാഹു യഅലമു മാ തുബ്ദൂന നിങ്ങൾ വെളിവാക്കുന്നത്, നിങ്ങൾ പരസ്യമാക്കുന്നത് അള്ളാഹു അറിയും, അള്ളാഹു അറിയുന്നവനാണ്. വമാ തക്തുമൂൻ, വാവ് അത്ഫിൻ്റെ വാവാണ്. ഇനി അത് മാത്രമല്ല, ഇനി പറയുന്നതും മാ തക്തുമൂൻ, കത്തമ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു എന്നാണ്. യക്തുമു മറച്ചു വെക്കും മറച്ചു വെക്കുന്നു, തെക്തുമു നീ മറച്ചു വെക്കും നീ മറച്ചു വെക്കുന്നു, തെക്തുമൂൻ നിങ്ങൾ മറച്ചു വെക്കും നിങ്ങൾ മറച്ചു വെക്കുന്നു, മാ തെക്തുമൂൻ നിങ്ങൾ മറച്ചു വെക്കുന്നത്, മാ എന്നുള്ളതിന് അത് എന്നുള്ള അർത്ഥം. വമാ തെക്തുമൂൻ നിങ്ങൾ മറച്ചു വെക്കുന്നതും. അപ്പോൾ വല്ലാഹു യഅലമു മാ തുബ്ദൂന വമാ തെക്തുമൂൻ നിങ്ങൾ മറച്ചു വെക്കുന്നതും നിങ്ങൾ വെളിവാക്കുന്നതും അള്ളാഹു അറിയും. ഇനി നമുക്ക് ഈ 3 ആയത്തുകളുടെ വിശദീകരണത്തിലേക്ക് പോകാം. മനുഷ്യൻ്റെ സ്വകാര്യതയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന മതമാണ് ഇസ്ലാം. ഒരാളുടെയും സ്വകാര്യത മറ്റൊരാൾ ഏതെങ്കിലും തരത്തിൽ അറിയാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കി, ഒരാൾ വ്യഭിചാരം നേരിട്ട് കണ്ടാൽ പോലും അത് മറ്റൊരാളോട് പറയണമെന്നുണ്ടെങ്കിൽ, അതൊരു കോടതിയിൽ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ 4 സാക്ഷികൾ വേണം, ഇല്ല എങ്കിൽ ഈ പറയുന്നവനാണ് കുറ്റക്കാരൻ. അപ്പോൾ അത്രയധികം ഒരാളുടെ സ്വകാര്യതയ്ക്ക് സ്ഥാനം നൽകിയിട്ടുണ്ട്. അള്ളാഹു അത് നോക്കിക്കോളും, മനുഷ്യൻ അതിൽ ഇടപെടേണ്ട എന്നർത്ഥം. ഇനി നമ്മൾ ഈ ഒരു ആയത്തിൽ പഠിക്കാൻ പോകുന്നത്, മറ്റൊരാളുടെ വീട്ടിലേക്ക് ഒരാൾ കയറി ചെല്ലുമ്പോൾ എന്തൊക്കെ മര്യാദകളാണ് പാലിക്കേണ്ടത്. ഇവിടെ അള്ളാഹു കൃത്യമായിട്ട് പറയുകയാണ്, അവിടെ അനുവാദം ചോദിക്കണം, സലാം പറയണം. അനുവാദം ചോദിക്കുക എന്നുള്ളത് പല രൂപത്തിലാവാം. ഇപ്പോൾ ഇന്നത്തേക്ക് കാലത്ത് കോളിംഗ് ബെല്ലുണ്ട്, ബെല്ലടിക്കും നമ്മൾ, എന്നിട്ട് അവിടെ കാത്തു നിൽക്കും. അല്ലെങ്കിൽ അവിടെ മറ്റേതെങ്കിലും തരത്തിൽ നമുക്ക് വാതിലിന് മുട്ടാം, അല്ലെങ്കിൽ അവിടെ ശബ്ദമനക്കാം. അത് നമ്മൾ എത്തിയിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ഒന്ന് ശബ്ദമനക്ക്. ഇപ്പോൾ ചില വഴികളൊക്കെ ചില വീടിൻ്റെ സൈഡിലൂടെ ആയിരിക്കും, ആ വീട്ടിൽ കൂടെ ആയിരിക്കും വഴി ഉണ്ടാവുക. അങ്ങനെ ആ വീടിൻ്റെ സൈഡിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളൊന്ന് ശബ്ദമനക്കണം, ഒരാൾ ഇതിൽ നടന്നു പോകുന്നുണ്ട് എന്ന് ആ വീട്ടുകാർ അറിയണം. കാരണം ഒരു പക്ഷേ അവിടെ നമ്മൾ കാണാൻ പാടില്ലാത്ത രൂപത്തിലുള്ള വസ്ത്രധാരണ രീതിയൊക്കെ വീട്ടിലാകുമ്പോൾ അവർ ധരിച്ചിട്ടുണ്ടാവും.
അപ്പം അതുകൊണ്ട് തന്നെ അതിൽ ഒരാൾ പോകുന്നുണ്ട് എന്നുള്ള വീട്ടുകാരറിയുകയാണെങ്കിൽ അവർക്ക് ആ രൂപത്തിലൊന്ന് മാറി നിൽക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മര്യാദകളാണ്. മാത്രവുമല്ല, നമ്മളവിടെ ചെന്നതിന് ശേഷം ഇപ്പോൾ കോളിംഗ് ബെല്ലടിച്ചു അല്ലെങ്കിൽ സലാം പറഞ്ഞു, അതിനൊക്കെ ശേഷം നമ്മൾ നിൽക്കേണ്ടത് വാതിലിനോട് നേരെ മുമ്പിലല്ല, വാതിലിൻ്റെ നേരെ മുമ്പിലല്ല നിൽക്കേണ്ടത്, ഒരു സൈഡിലേക്ക് മാറി നിൽക്കണം. അത് ആ ഒരു വാതിൽ തുറന്നു കിടക്കുകയാണെങ്കിലും അടഞ്ഞു കിടക്കുകയാണെങ്കിലും ബെല്ലടിച്ചതിന് ശേഷം കുറച്ച് മാറി നിൽക്കുക. നേരെ തുറക്കുന്നതോടുകൂടെ നമ്മളെ കാണുന്ന രൂപത്തിലല്ല നിൽക്കേണ്ടത്, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറുതായിട്ടൊന്ന് മാറി നിൽക്കണം. അപ്പോൾ ഇവിടെ അള്ളാഹു പറയുന്നത് നിങ്ങൾ സമ്മതം ചോദിക്കണം, നിങ്ങൾ സലാം പറയണം. സലാം പറയുക എന്ന് പറയുമ്പോൾ ചില വീടുകളിൽ ഒരു പക്ഷേ അവർക്ക് സലാം പറയുന്നത് ഇഷ്ടാവില്ല, എല്ലാവരും സലാം പറയുന്നത് അംഗീകരിക്കുന്ന ആളുകളാവണമെന്നില്ല. അപ്പോൾ അവരോട് മറ്റേതെങ്കിലും രൂപത്തിൽ അഭിവാദ്യങ്ങൾ, ആ രൂപത്തിലുള്ള വാചകങ്ങൾ ഉപയോഗിക്കാം. ഹലോ എന്നോ ഹായ് എന്നോ നമസ്കാരം എന്നോ ആ രൂപത്തിലൊക്കെ അവരോട് പറയാം. അപ്പോൾ ഏതായാലും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അനുവാദം ചോദിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സലാം പറയുകയും വേണം. ഇനി അവിടെ ആരെയും കണ്ടില്ല എങ്കിലോ? ആരെയും കണ്ടില്ല എങ്കിൽ നമ്മൾ മടങ്ങിപ്പോരുകയാണ് വേണ്ടത്. 3 പ്രാവശ്യം നമുക്ക് സലാം പറയാം, കുറച്ച് ഇടവിട്ടിട്ട് 3 പ്രാവശ്യം സലാം പറയാം. അതിനൊന്നും യാതൊരു മറുപടി ഇല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് മടങ്ങിപ്പോരാം. ഈ 1-ാമത്തെ ആയത്തിൽ പറഞ്ഞ അനുവാദം ചോദിക്കലും സലാം പറയലും അത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അതായത് അനുവാദം ചോദിക്കലിൻ്റെ പ്രായോഗികമായ രൂപമാണ് സലാം പറയൽ, സലാം പറയലോടുകൂടി അനുവാദം ചോദിക്കലായി എന്ന രൂപത്തിൽ അഭിപ്രായപ്പെട്ടവരുണ്ട്. എന്നാൽ ഇത് രണ്ടും വേറെ വേറെ പറഞ്ഞതുകൊണ്ട് രണ്ടും വേറെ വേറെ തന്നെ വേണം, അനുവാദം ചോദിക്കൽ വേറെ സലാം പറച്ചിൽ വേറെയും വേണം, രണ്ടും വേറെ വേറെ രൂപത്തിൽ വേണം എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. ഏതായാലും ഈ രൂപത്തിലാണ് നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലേണ്ടത്. ഇനി ആ വീട്ടിൽ നിന്ന് ആരാണ് എന്നോ മറ്റോ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഞാനാണ് എന്ന് പറയാതെ ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ആ വീട്ടുകാർ അനുവാദം തരുന്നതിന് മുമ്പ് ഒരിക്കലും അവിടുത്തെ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ വരാന്തയിലോ ഒന്നും കയറി ഇരിക്കാതിരിക്കുക. നമ്മളവിടെ മുറ്റത്ത് തന്നെ നിൽക്കുക. അനുവാദം തരുന്നത് വരെ നമ്മൾ അങ്ങോട്ട് കയറാതിരിക്കുക. ചിലരൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ സിറ്റ് ഔട്ടിൽ അങ്ങ് കയറിയിരിക്കും, അല്ലെങ്കിൽ നേരെ വരാന്തയിൽ കയറിയിരിക്കും. അത് പാടില്ല. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലത്ത് ഒരാളെ കാണാൻ പോകുമ്പോൾ നമുക്ക് സമ്മതം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻ്റ് എടുക്കാം. ഈ സമയത്ത് ഞങ്ങൾ വരുന്നുണ്ട്, വരട്ടെ, അവിടെ സമയം ഉണ്ടാവുമോ, ഞങ്ങൾക്ക് കുറച്ച് സമയം സംസാരിക്കാനുണ്ടെന്നുള്ള രൂപത്തിൽ അപ്പോയിൻമെൻ്റ് എടുക്കാം. അതും ഒരു സമ്മതം ചോദിക്കലാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വന്തം ഉമ്മയുടെ റൂമിലേക്ക് കയറി ചെല്ലുന്നത് പോലും സമ്മതം ചോദിച്ചിട്ടാവണം. സമ്മതം ചോദിക്കാതെ അങ്ങോട്ട് കയറി ചെല്ലാൻ പാടില്ല. പ്രായപൂർത്തിയായ മക്കൾ കിടക്കുന്ന റൂമിലേക്ക് അവരോട് അനുവാദം ചോദിക്കാതെ വാതിലിന് മുട്ടാതെ അങ്ങോട്ട് കയറി ചെല്ലാൻ പാടില്ല. അപ്പോൾ വരുന്നുണ്ട് എന്നുള്ള രൂപം ഒന്ന് അറിയിക്കുക, വാതിലിന് മുട്ടുക, എന്നിട്ട് വേണം ഏതൊരു റൂമിലേക്കും കയറി ചെല്ലാൻ. അപ്പോൾ അത് സ്വന്തം ഉമ്മയുടെ റൂമാവട്ടെ അല്ലെങ്കിൽ മക്കളുടെ റൂമാവട്ടെ, പ്രായപൂർത്തിയായ മക്കളുടെയൊക്കെ റൂമിലേക്ക് പെട്ടെന്ന് അങ്ങ് കയറി ചെല്ലുക, അതൊന്നും പാടില്ല. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കാൻ പാടില്ല. ചില ആളുകൾ അവിടെ നിന്ന് ആരെയും കാണാതെ വരുമ്പോൾ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഒളിഞ്ഞു നോക്കുക, ജനൽ തുറന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ ഒളിഞ്ഞു നോക്കുക, അകത്ത് ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ കാതോർക്കുക, എന്തെങ്കിലും അവിടെ നിന്ന് പറയുന്നുണ്ടോ. ഇതൊക്കെ തെറ്റാണ്. ഒരിക്കലും അങ്ങോട്ട് ഒളിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ കാതോർക്കാനോ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ആ തരത്തിൽ ഒരു വീട്ടിലേക്കോ മറ്റൊക്കെ ഒളിഞ്ഞു നോക്കുകയാണെങ്കിൽ ചരൽക്കല്ലെടുത്ത് നിങ്ങൾ അവരെ എറിഞ്ഞ് അവരുടെ കണ്ണ് പൊട്ടിയാൽ പോലും നിങ്ങൾക്ക് തെറ്റില്ല, അതിൽ കുറ്റമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അതിൻ്റെ ഗൗരവമാണ് സൂചിപ്പിക്കുന്നത്, അല്ലാതെ അങ്ങനെ കല്ലെടുത്ത് എറിയാം കണ്ണ് പൊട്ടിക്കാം എന്നല്ല. അത്രയും ഗൗരവമുള്ള വിഷയമാണ് ആ കാര്യം, അത് വളരെ വലിയ തെറ്റാണ് എന്ന് സൂചിപ്പിക്കാനാണ് ആ തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം ഓരോരുത്തർക്കും ഓരോ സ്വകാര്യതയുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ ആ വീട്ടുകാർ മാത്രം അറിയേണ്ടതായ ചില കാര്യങ്ങളുണ്ടാവാം. മറ്റൊരാൾ കയറി വരുമ്പോൾ അവർക്ക് അതൊക്കെ ഒന്ന് ശരിയാക്കേണ്ടി വരും. ചിലപ്പോൾ അവരുടെ വസ്ത്രധാരണ രീതി ശരിയാവണമെന്നില്ല, അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണം അത് മറ്റുള്ളവരെ അറിയിക്കണമെന്നില്ല, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന കാര്യം, അവരവിടെ ചർച്ച ചെയ്യുന്ന കാര്യം, അതൊക്കെ മറ്റുള്ളവർ അറിയേണ്ടാത്ത കാര്യങ്ങളായിരിക്കാം. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ സ്വകാര്യതകളുണ്ട്. ആ സ്വകാര്യതകൾ മറ്റുള്ളവർ അറിയുന്നതിൽ ഓരോരുത്തർക്കും വിഷമമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവരുടെ അനുവാദം ചോദിച്ചിട്ട് അവരനുവാദം തരുമ്പോൾ മാത്രമേ വീട്ടിലേക്ക് കയറാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇതുമായിട്ട് ചേർത്ത് നമുക്ക് മനസ്സിലാക്കാവുന്നത്, ഒരാളുടെ സ്വകാര്യത എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് മറ്റൊരാളുടെ മൊബൈൽ അനുവാദമില്ലാതെ നമ്മളത് പരിശോധിക്കാൻ പാടില്ല. ഡയറി, അവരുടെ കത്തുകൾ, അല്ലെങ്കിൽ ഒരാളുടെ കമ്പ്യൂട്ടർ, ഇതൊക്കെ ഓരോരുത്തരുടെയും രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളാണ്. അതൊന്നും അവരുടെ അനുവാദമില്ലാതെ മറ്റൊരാൾ പരിശോധിക്കാൻ പാടില്ല.
അപ്പോൾ ഇത്രയും വളരെ ഗൗരവത്തിൽ കാണുന്നൊരു വിഷയമാണ് ഇസ്ലാം സ്വകാര്യതയിലേക്കുള്ള എത്തിനോട്ടം എന്നുള്ളത്. ഇനി ഇന്നത്തെ കാലം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒളിക്യാമറയുടെ കാലമാണ്. ആരുടെയും പിന്നാലെ ഒളിക്യാമറ വെച്ച് അവരുടെ എല്ലാ രഹസ്യങ്ങളും പരസ്യമാക്കുക വളരെ വലിയൊരു തെറ്റാണത്. ഒളിക്യാമറ വെച്ചുകൊണ്ട് മറ്റൊരാളുടെ സ്വകാര്യതകൾ പുറത്താക്കുന്നത്. അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അള്ളാഹുവും അവരും തമ്മിലാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത്. അതല്ലാതെ ഒളിക്യാമറ വെച്ചുകൊണ്ട് അവരെ പരസ്യപ്പെടുത്തല്ല ചെയ്യേണ്ടത്. ഇനി ആരാണ് ഒരു വീട്ടിൽ നിന്ന് അനുവാദം തരേണ്ടത്? നമ്മൾ അനുവാദം ചോദിക്കുമ്പോൾ ആ വീട്ടിലുള്ള മുതിർന്ന ആളുകൾ, പ്രായപൂർത്തിയായ ആളുകൾ, അതുപോലെ തന്നെ ബുദ്ധിക്ക് സ്ഥിരതയുള്ള ആളുകൾ. ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യമുള്ളവരോ ഒക്കെ അകത്തേക്ക് കയറാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമ്മൾ കയറാൻ പാടില്ല. പ്രായപൂർത്തി എത്തിയവരായിരിക്കണം, വലിയവരായിരിക്കണം, അതുപോലെ തന്നെ ബുദ്ധി സ്ഥിരതയുള്ളവരായിരിക്കണം. അവർ അനുവാദം നൽകിയാലാണ് നമുക്ക് അങ്ങോട്ട് കയറാൻ പാടുള്ളൂ. ഇനി വീട്ടുകാർ നമ്മളോട് എവിടെയാണോ ഇരിക്കാൻ പറഞ്ഞത് ആ സ്ഥലത്താണ് നമ്മൾ ഇരിക്കേണ്ടത്. വീട്ടുകാർ ഇരിക്കാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഇരിക്കലായിരിക്കും അവർക്ക് ഏറ്റവും നല്ലത്. കാരണം ഒരു പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ വീട്ടിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അടുക്കളയിലേക്ക് ശരിക്ക് കാണും. അപ്പോൾ അവർ വീട്ടുകാർ ഒരു പക്ഷേ നമ്മളോട് ഏതെങ്കിലും സ്ഥലം പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് ഇരിക്കേണ്ടത്. അത് അവർ മുൻകൂട്ടി മനസ്സിൽ വെച്ചതായിരിക്കും, അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അടുക്കളയിലേക്കൊന്നും കാണില്ല എന്നുള്ള രൂപത്തിൽ. അപ്പോൾ അതുകൊണ്ട് വീട്ടുകാർ എവിടെയാണോ നമ്മളോട് ഇരിക്കാൻ പറയുന്നത് ആ സ്ഥലത്താണ് നമ്മൾ ഇരിക്കേണ്ടത്. ഇനി ചില ആളുകളൊക്കെ നമ്മളുടെ സ്വന്തം വീട് എന്നുള്ള രൂപത്തിൽ മറ്റുള്ള വീടുകളിലേക്ക് കയറിയിട്ട് നേരെ അങ്ങ് ബെഡ്റൂമിലേക്കും അല്ലെങ്കിൽ അടുക്കളയിലേക്കും ഒക്കെ അങ്ങ് കയറി ചെല്ലുന്ന അവസ്ഥ, അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. നമുക്ക് എത്രത്തോളം അവരോട് ബന്ധമുണ്ടെങ്കിലും അവർ അനുവാദം തരാതെ, അവരെന്തെങ്കിലും കാര്യത്തിന് ആ തരത്തിൽ പറയാതെ നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന പാടെ നേരെ അടുക്കളയിലേക്ക് അങ്ങ് ഓടിച്ചെല്ലുക, അല്ലെങ്കിൽ ബെഡ്റൂമിലേക്ക് ഓടിച്ചെല്ലുക. അവിടേക്ക് അവരുടെ വസ്ത്രധാരണ രീതിയും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഒരു പക്ഷേ അത് ഒരു അന്യ ആൾ കാണാൻ പാടില്ലാത്ത രൂപത്തിലായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ അവരുടെ വീടിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് നമ്മളായിട്ട് അങ്ങ് ഓടിച്ചെല്ലാൻ പാടില്ല. വീട്ടിൽ കയറുക, മാന്യമായി അവർ പറയുന്ന സ്ഥലത്തിരിക്കുക, സംസാരിക്കുക, ഈ രൂപത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഇനി ഒരു വീട്ടിൽ തന്നെയാണെങ്കിലും ആ വീട്ടിൽ ഒരാളുടെ റൂമിലേക്ക് മറ്റൊരാൾ ഒളിഞ്ഞു നോക്കുകയോ അല്ലെങ്കിൽ ഒരാളുടെ റൂമിൽ എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത് മറ്റുള്ളവർ പുറത്തുനിന്ന് കാതോർക്കുകയോ ചെയ്യുന്നത് തെറ്റാണ്. അത് സ്വന്തം വീട്ടിൽ ഒരു പക്ഷേ ജ്യേഷ്ഠാനുജന്മാർ തമ്മിലോ ഉമ്മയും മക്കളും തമ്മിലൊക്കെ ആണെങ്കിൽ പോലും ഒരാളുടെ റൂമിൽ നടക്കുന്ന സംസാരം കാതോർക്കുക അല്ലെങ്കിൽ ഒരാളുടെ റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുക, ഇതൊക്കെ ഒരു വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും അത് തെറ്റ് തന്നെയാണ്. 28-ാമത്തെ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കി, മടങ്ങിപ്പോരാൻ പറഞ്ഞാൽ മടങ്ങിപ്പോരലാണ് ഏറ്റവും ഉത്തമം, അതാണ് ഏറ്റവും നല്ലത്. കാരണം ചില സമയത്ത് നമുക്ക് മടങ്ങിപ്പോവാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ചിലപ്പോൾ പ്രയാസമൊക്കെ ഉണ്ടാവും. പക്ഷേ അള്ളാഹു അതാണ് ഏറ്റവും പവിത്രമാക്കിയിട്ടുള്ളത്. കാരണം അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവും. ചില സമയത്ത് നമ്മളോട് സംസാരിക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലാവണമെന്നില്ല, അല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലും സങ്കടത്തിലോ കാര്യങ്ങളിലോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് മടങ്ങിപ്പോവാൻ പറഞ്ഞാൽ അവിടെ മടങ്ങിപ്പോവുക തന്നെയാണ് വേണ്ടത്. എനിക്ക് കുറച്ച് സമയം മതി, എന്നെ ഒന്ന് കുറച്ച് സമയം സംസാരിക്കാനേ ഉള്ളൂ, ഞാൻ പെട്ടെന്ന് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ച് അവിടെ അവരുടെ സമയം എടുക്കുന്നത് തെറ്റാണ്. ആ രൂപത്തിൽ ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ ഒരു വീട്ടിലൊക്കെ ആളുണ്ടാവും, എങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ വാതിൽ തുറക്കൂല, അല്ലെങ്കിൽ സമ്മതം തരൂല, അല്ലെങ്കിൽ അവിടേക്ക് വന്ന് നോക്കൊന്നുമില്ല. അതിൻ്റെ കാരണം ഒരുപക്ഷെ അവിടെ ഉള്ളിൽ ആളുണ്ടെങ്കിലും അത് ചിലപ്പം പെൺകുട്ടികൾ മാത്രമുള്ള വീടായിരിക്കാം, അല്ലെങ്കിൽ അവിടെ പുരുഷന്മാർ പുറത്തു പോയ സമയമായിരിക്കാം, സ്ത്രീകൾ മാത്രമുള്ള സമയത്ത് അവർ വാതിൽ തുറക്കാൻ താല്പര്യപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിൽ നമ്മൾ ബെല്ലടിച്ചിട്ടും അവിടെ അവർ വന്ന് വാതിൽ തുറന്നില്ല എന്നുള്ള രൂപത്തിൽ അതൊന്നും മനസ്സിൽ വിഷമമുണ്ടാവേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടെ സ്വകാര്യത കാത്തു സൂക്ഷിക്കണം. അതുപോലെ തന്നെ അവർ തുറക്കാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ, അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലാണെങ്കിൽ നമ്മൾ അതിനാണ് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത്. എന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു അപകടമുണ്ടെങ്കിൽ അവരുടെ സമ്മതമൊന്നും ഇല്ലാതെ അകത്തേക്ക് കയറാം. അപ്പം അകത്ത് തീപിടുത്തം നടക്കുകയാണ്. ആ സമയത്ത് നമുക്ക് അകത്തേക്ക് കയറി വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറി അവരെ രക്ഷപ്പെടുത്താം. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ സമ്മതമില്ലാതെ അകത്തേക്ക് കയറാം. പിന്നെ 29-ാമത്തെ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കി, അനുവാദമില്ലാതെ പ്രവേശിക്കാവുന്ന സ്ഥലങ്ങൾ, ആൾപ്പാർപ്പില്ലാത്ത വീടുകൾ. ആ വീടുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മത്താ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കയറാം. എന്ന് പറഞ്ഞാൽ ആൾപ്പാർപ്പില്ലാത്ത ഏത് വീട്ടിലേക്കും അതിക്രമിച്ച് കയറാമെന്നല്ല അതിൻ്റെ അർത്ഥം. ചില സമയത്ത് എന്തെങ്കിലും ഒരു ആവശ്യം നമുക്ക് അവിടെ ഉണ്ട്, അവിടെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ പിന്നെ ആരും ഇല്ലല്ലോ, പിന്നെ അവിടെ സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ആൾപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങളിൽ സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല. മാത്രവുമല്ല പൊതുസ്ഥലങ്ങൾ, ഇപ്പോൾ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, അല്ലെങ്കിൽ പല ഓഫീസുകൾ, വില്ലേജ് ഓഫീസ്, അങ്ങനെയുള്ള പല ഓഫീസുകൾ, ഇവിടെയൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ നിയമങ്ങൾ പാലിക്കണം. അവിടെ ആ തരത്തിൽ ഇപ്പോൾ പലപ്പോഴും ഒരു ഓഫീസറുടെയൊക്കെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ
അവിടെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ആ വാതിലിൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ അകത്തേക്ക് വരട്ടെ എന്ന് പെർമിഷൻ ചോദിച്ചിട്ടാണ് അകത്തേക്ക് പോകേണ്ടത്. അവിടെയും സമ്മതം ചോദിക്കൽ വരുന്നുണ്ട്. പക്ഷേ ആ സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു പൊതുസ്ഥലമാണെങ്കിൽ അവിടെ നമുക്ക് സമ്മതം ചോദിച്ച് അകത്തേക്ക് കയറേണ്ട ആവശ്യമില്ല. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ബസ് സ്റ്റേഷൻ, അതൊക്കെ അവിടുത്തെ നിയമങ്ങൾ പാലിക്കുക. സെക്യൂരിറ്റിക്കാരുണ്ടാവും, ആ സെക്യൂരിറ്റിക്കാർ പറയുന്നത് നമ്മൾ അനുസരിക്കുക. അവർ പറയുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യുക. അവർ പറയുന്ന രൂപത്തിൽ അകത്തേക്ക് ഏത് ഭാഗത്തു കൂടെയാണോ അകത്തേക്ക് കയറേണ്ടത് ആ രൂപത്തിലൂടെ അകത്തേക്ക് കയറുക. അങ്ങനെ അവർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അത്തരം സ്ഥലങ്ങളിൽ നമുക്ക് മര്യാദ പാലിക്കാം. അപ്പോൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സുന്ദരമായ ചില മര്യാദകളാണ് ഈ 3 ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. മറ്റുള്ള ആളുകളുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇത്തരം മര്യാദകൾ പാലിച്ചിട്ട് വേണം നമ്മൾ അവിടെ പെരുമാറാൻ. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി നമുക്ക് ഈ 3 ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹ, യാ എന്നുള്ളിടത്ത് നീട്ടൽ, അയ്യുഹ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസ. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്ന് വ്യത്യസ്ത പദങ്ങളിലാണ്. യാ അയ്യുഹ എന്നുള്ളത് എഴുതിയത് ഒരേപോലെയാണ്, ഒന്നിച്ചാണെങ്കിലും അത് രണ്ടും 2 പദങ്ങളാണ്. യാ എന്നുള്ളത് വേറെ, അയ്യുഹ വേറെ. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു വ്യത്യസ്ത പദങ്ങളിലാണ്. അതുകൊണ്ട് 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ് മുൻഫസിൽ, യാ അയ്യുഹല്ലസീന ആമനു ലാ തദ്ഖുലു. തദ്ഖുലു എന്നുള്ളിടത്ത് ദാലിന് സുക്കൂന് വന്നു, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. ഖുത്തുബുജദ്, ഖാഫ് ത്വാ ബാ ജീമ് ദാല്, ഈ 5 അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിന് സുക്കൂന് വന്നു കഴിഞ്ഞാലും അതിനെടുത്ത് പറയണം. അപ്പോൾ തദ്ഖുലു. ബുയൂത്തൻ ഗൈറ, ബുയൂത്തൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, അത് ഗൈനിൻ്റെ മുമ്പാണ് വന്നത്. ഗൈനിൻ്റെ മുമ്പ് തൻവീനോ സുക്കൂനുള്ള നൂനോ വന്നാൽ ഇൽഹാറാണ് നിയമം. അപ്പോൾ അതുകൊണ്ട് ബുയൂത്തൻ, എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ഗൈറ ബുയൂത്തിക്കും ഹത്ത തസ്തനിസു വ തുസല്ലിമു അലാ അഹ്ലിഹ. അലാ എന്നുള്ളതിന് ഒരു മദ്ദിൻ്റെ അവസാനത്തിൽ, അഹ്ലിഹ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസയാണ്. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു വ്യത്യസ്ത പദങ്ങളിലാണ്. മദ് മുൻഫസിൽ, 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. അലാ അഹ്ലിഹ. അഹ്ലിഹ എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ജീമ് കാണാം. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. ദാലിക്കും ഖൈറുല്ലക്കും ലഅല്ലക്കും തദക്കറൂൻ. അവിടെ ഖൈറുല്ലക്കും എന്നുള്ള സ്ഥലത്ത് ഖൈറുൻ എന്നുള്ളിടത്ത് തൻവീനുണ്ട്, പിന്നീട് ലാമാണ്. ലാമിൻ്റെ മുമ്പ് തൻവീൻ വന്നാൽ ആ തൻവീനിനെ ലാമിലേക്ക് പൂർണ്ണമായും ലയിപ്പിക്കുക, മണിക്കാനേ പാടില്ല. അതായത് ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന. അപ്പോൾ ഖൈറുല്ലക്കും, ഖൈറുൻ എന്ന് പറയില്ല, ഖൈറു എന്ന് പറഞ്ഞിട്ട് ലാമിന് ശബ്ദം കൊടുക്കുക. ഖൈറുല്ലക്കും ലഅല്ലക്കും തദക്കറൂൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂനിന് സുക്കൂന് കൊടുക്കുക. തൊട്ട് മുമ്പത്തെ നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്. അത് മദ് ആരിതാണ്. അടുത്ത ആയത്ത് ഫഇല്ലം. അവിടെ ലാമിൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു. സുക്കൂനിലെ നൂനിനെ ലാമിലേക്ക് പൂർണ്ണമായും ലയിപ്പിക്കുക, മണിക്കാനേ പാടില്ല. അപ്പോൾ ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന. ഫഇല്ലം, ഫഇ എന്ന് കഴിഞ്ഞിട്ട് നേരെ ലാമിൻ്റെ ശബ്ദം അങ്ങ് പറഞ്ഞാൽ മതി. ഫഇല്ലം, ഫഇൻ എന്ന് ആ നൂനിനെ പറയൂല, ആ നൂന് അവിടെ ഇല്ലാന്ന് വിചാരിക്കുക. ഫഇല്ലം തജിദു ഫീഹാ അഹദൻ. ഫിഹാ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ നീട്ടൽ, അഹദൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസ. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്ന് വ്യത്യസ്ത പദങ്ങളിലാണ്. 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. ഫിഹാ അഹദൻ. അഹദൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, ശേഷം ഫ ആണ്. ഫാഇൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ആ തൻവീനിനെ മറച്ച് വെച്ചുകൊണ്ട് ഉച്ചരിക്കണം, അല്ലെങ്കിൽ അവ്യക്തമാക്കി ഉച്ചരിക്കണം. ഇഖ്ഫ എന്ന് പറയും. അപ്പോൾ അഹദൻ ഫ, അഹദൻ ഫ, അഹദൻ എന്ന് പറയില്ല. ഫല തദ്ഖുലുഹ, തദ്ഖുലു, അവിടെ ദാലിന് സുക്കൂന് വന്നു, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം. തദ്ഖുലുഹ ഹത്താ യുഅ്ദന ലക്കും. അവിടെ ഒരു സിലി കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത്. വ ഇൻ ഖീല, അവിടെ വ ഇൻ ഖീല എന്നുള്ളത് ഖാഫിൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു. ആ സുക്കൂനിലെ നൂനിനെ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ വ ഇൻ ഖീല, വ ഇൻ എന്ന് പറയില്ല, വ ഇൻ ഖീല, ഖീല ലക്കും ഉർജിഉ, ലക്കും ഇർജിഉ എന്നാണ് ശരിക്ക്. അങ്ങനെ വരുന്ന സമയത്ത് ലക്കും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനിലെ മീമാണ്. ഇർജിഉ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം റാഇന് സുക്കൂനാണ്. അപ്പോൾ അടുത്തടുത്ത് 2 സുക്കൂനുകൾ വന്നു. അത്തരം സന്ദർഭങ്ങളിൽ ഈ ലക്കും എന്നൊക്കെ ഉള്ളതിനെ ലക്കുമു എന്നാണ് ആക്കുക. അങ്ങനെ ലക്കുമുർജിഉ, അപ്പോൾ ആ പാരായണം കൃത്യമായിട്ട് കിട്ടും, ആ ഒഴുക്ക് കിട്ടും. ലക്കുമുർജിഉ ഫർജിഉ. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു സിലി കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത്. ഹുവ അസ്കാലക്കും, അവിടെ ജീമ് കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. വല്ലാഹു ബിമാ തഅമലൂന അലീം. അവസാനത്തെ മീമിന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്ദുകാരിൽ. അടുത്ത ആയത്ത് ലൈസ അലൈക്കും. ആ ലാമിനൊരു ഷദ്ദുണ്ട്. അത് അവിടെ മുതൽ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ആ ഷദ്ദ് ബാധകമല്ല. തൊട്ട് മുമ്പത്തെ ആയത്ത് നിർത്താതെ പോരുകയാണെങ്കിൽ, ഇപ്പോൾ അലീമുൻ എന്ന് കഴിഞ്ഞിട്ട് നേരെ ഓതിപ്പോരുകയാണെങ്കിൽ അപ്പോഴാണ് ആ ലാമിൻ്റെ ഷദ്ദ് വരിക. അതായത് അലീമുൽ ലൈസ,
അലീമുൽ ലൈസ. കാരണം അലീമുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനാണ്, ലൈസ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ലാമാണ്. അപ്പോൾ ലാമിൻ്റെ മുമ്പ് തൻവീൻ വരുമ്പോൾ ആ തൻവീനിനെ പൂർണ്ണമായിട്ടും ലാമിലേക്ക് ലയിപ്പിക്കണം, മണിക്കാനേ പാടില്ല. അപ്പോൾ ഇങ്ങനെ പറയാം, അലീമു എന്ന് പറഞ്ഞിട്ട് ലാമിന് ശബ്ദം കൊടുക്കും, അലീമുൽ ലൈസ. അതേസമയം അലീം എന്ന് പറഞ്ഞ അവിടെ നിർത്തിയിട്ട് ഈ ആയത്ത് 29ാമത്തെ ആയത്ത് ഇവിടുന്ന് എടുത്തോതുകയാണെങ്കിൽ പിന്നെ ശബ്ദ് പറയാതെ സാധാരണ ലാമിന് ഫത്തുള്ള രൂപത്തിൽ ലൈസ എന്ന് പറഞ്ഞാൽ മതി. ലൈസ അലൈക്കും ജുനാഹുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, ശേഷം ഹംസയാണ്. ഹംസയുടെ മുമ്പ് തൻവീന് വന്നാൽ അവിടെ ഇൽഹാറാണ് നിയമം. അപ്പോൾ ജുനാഹുൻ, ഹുൻ, ആ അൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അൻ തദ്ഖുലു, അവിടെ താഇൻ്റെ മുമ്പ് സുക്കൂൻ നൂന് വന്നു, ഇഖ്ഫാ ചെയ്യണം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. അപ്പോൾ അൻ എന്ന് പറയില്ല, തദ്ഖുലു, തദ്ഖുലു, ഇഖ്ഫാ ചെയ്യാം. തദ്ഖുലു എന്നുള്ളതിൽ ദാലിന് സുക്കൂന് വന്നു, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം. തദ്ഖുലു. ബുയൂത്തൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, അതിനുശേഷം ഗൈനാണ്. ഗൈനിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ഇൽഹാർ ചെയ്യുക. അപ്പോൾ ബുയൂത്തൻ, എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ഗൈറ മസ്കൂനത്തിൻ, അതിൻ്റെ അവസാനത്തിൽ തൻവീന് വന്നു, പിന്നെ ഫ ആണ്. ഫിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ മസ്കൂനത്തി ഫിഹ. ഫിഹ മത്താഉല്ലക്കും, മത്താഉൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, ശേഷം ലാമാണ്. ലാമിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ആ തൻവീനിനെ പൂർണ്ണമായിട്ടും ലാമിലേക്ക് ലയിപ്പിക്കുക. ഇദ്ഗാം ബിലാഹുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരിഹുന്ന. അപ്പോൾ മത്താഉ എന്ന് പറഞ്ഞിട്ട് ലാമിന് ശബ്ദം കൊടുത്താൽ മതി. മത്താഉല്ലക്കും. അവിടെ ജീമ് കാണാം, പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. വല്ലാഹു യഅലമു മാ തുബ്ദൂന. തുബ്ദൂന, അവിടെ ബാഇന് സുക്കൂന്, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം. തുബ്ദൂന, തുബ്ദൂന എന്ന് പറഞ്ഞാൽ പോരാ, തുബ്ദൂന, ബ് എന്നുള്ളത് പുറത്തേക്ക് കേൾക്കണം. തുബ്ദൂന വമാ തക്തുമൂൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ, 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിത്. ഇനി നമുക്ക് ഈ 3 ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലസീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ ذلكم خير لكم لعلكم تذكرون فإن لم تجدوا فيها أحدا فلا تدخلوها حتى يؤذن لكم وإن قيل لكم ارجعوا فارجعوا هو أزكى لكم والله بما تعملون عليم ليس عليكم جناح أن تدخلوا بيوتا غير مسكونة فيها متاع لكم വല്ലാഹു യഅലമു മാ തുബ്ദൂന വമാ തക്തുമൂൻ. ഇനി നമുക്ക് ഈ 3 ആയത്തുകളിൽ വന്ന ഗ്രാമർ നോക്കാം. യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലു, അത് അരുത് എന്നുള്ള രൂപത്തിലുള്ള ക്രിയയാണ്, അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ തദ്ഖുലൂന എന്നുള്ളത് മുദാരിയാണല്ലോ, അതിൻ്റെ അവസാനത്തെ നൂന് പോവും, ലാ എന്ന് വരുമ്പോൾ, എന്ന് പറഞ്ഞാൽ ജസ്മ് കിട്ടുക എന്ന് പറയും, അവസാനത്തെ നൂനിനെ കളയും. അപ്പോൾ ലാ തദ്ഖുലൂന എന്ന് പറയില്ല, ലാ തദ്ഖുലു എന്നേ പറയുള്ളൂ. ഇത് ഈ വാവും നൂനും വരാത്ത തരത്തിലുള്ള മുദാരിയാണെങ്കിൽ അവസാനത്തിൽ സുക്കൂന് കൊടുത്തിട്ടാണ് ജസ്മ് കൊടുക്കുക. ഇപ്പോൾ തക്തുബു, നീ എഴുതുന്നു, ലാ തക്തുബ്, നീ എഴുതരുത്, ആ രൂപത്തിലാണ് വരിക. ഇനി എവിടെയാണ് പ്രവേശിക്കരുത് എന്ന് പറഞ്ഞത്? ബുയൂത്തൻ, വീടുകളിൽ. ഗൈറ ബുയൂത്തിക്കും, ഈ ഗൈറ എന്ന് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടും. അപ്പോൾ ബുയൂത്തു എന്ന് പറയില്ല, ബുയൂത്തി എന്ന് പറയാം. ഗൈറ ബുയൂത്തിക്കും. ഹത്താ തസ്തഅനിസു, ഹത്ത വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന മുദാരിയായിട്ടുള്ള ക്രിയകൾക്ക് നെസ്ബ് കിട്ടും. നെസ്ബ് കിട്ടുക എന്ന് പറഞ്ഞാലും നൂനിനെ കളയാണ്. അപ്പോൾ തസ്തഅനിസൂന എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂനിനെ കളഞ്ഞു, അങ്ങനെ തസ്തഅനിസൂ എന്നായി. ഇനി ആ തസ്തഅനിസു എന്നുള്ളതിലേക്ക് മഅതൂഫ് ചേർക്കപ്പെട്ടതാണ് തുസല്ലിമു എന്നുള്ളത്, അതുകൊണ്ടാണ് വാവ് ചേർത്തത്. അപ്പോൾ തസ്തഅനിസൂ എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെ തുസല്ലിമു എന്നും വരും. അതായത് തസ്തഅനിസൂന എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂനിനെ കളഞ്ഞല്ലോ, അതുപോലെ തുസല്ലിമൂന എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂനിനെ കളയും. കാരണം ഈ ഹത്ത എന്നുള്ളത് രണ്ടിനും ബാധകമാണെന്ന് അർത്ഥം. ഹത്ത തസ്തഅനിസു, ഹത്ത തുസല്ലിമു എന്ന് എഴുതുന്നതിന് പകരമാണ് ഹത്ത തസ്തഅനിസു വ തുസല്ലിമു എന്ന് എഴുതിയത്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഹത്ത എന്നുള്ളത് തസ്തഅനിസു എന്നുള്ളതിന് നമ്മൾ ചേർത്ത് പറയും, എന്നിട്ട് ആ തസ്തഅനിസു എന്നുള്ളതിലേക്ക് മഅതൂഫാണ് തുസല്ലിമു എന്നുള്ളതാണ് പറയാം. അലാ അഹ്ലിഹ, അല എന്നുള്ളത് ഹർഫ് ജറാണ്, അലക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും, സാധാരണ കസ്ർ കൊണ്ടോ കസ്ർ തൻവീൻ കൊണ്ടോ. അപ്പോൾ അല അഹ്ലി എന്നേ പറയുള്ളൂ, അഹ്ലു എന്ന് പറയില്ല. അല വന്നതുകൊണ്ടാണ് അഹ്ലി എന്ന് പറഞ്ഞത്. ദാലിക്കും ഖൈറുൽ ലക്കും ലഅല്ലക്കും തദക്കറൂൻ. ഫഇൻ ലം തജിദു, അവിടെ മുദാരിയായിട്ടുള്ള ക്രിയയുടെ മുമ്പിൽ ലം വന്നു. മുദാരിയായിട്ടുള്ള ഒരു ക്രിയയുടെ മുമ്പിൽ ലം വന്നാൽ ആ മുദാരിയായിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടും. ഇപ്പോൾ യക്തുബു എന്നുള്ളതിൻ്റെ മുമ്പിൽ ലം വന്നാൽ ലം യക്തുബ് എന്നാണ് ആവുക. അതേസമയം വാവു നൂനുള്ള തരത്തിലുള്ള മുദാരിയായിട്ടുള്ള ക്രിയകളാണെങ്കിൽ അതിൻ്റെ അവസാനത്തെ നൂന് പോവുക ചെയ്യുക. അപ്പോൾ ഇവിടെ
തജിദൂന എന്നുള്ളതിൻ്റെ മുമ്പിൽ ലം വന്നപ്പോൾ ലം തജിദൂ എന്നായി, അവസാനത്തെ നൂന് പോയി. അതാണ് ജസ്മിൻ്റെ രൂപം. ഫിഹ അഹദൻ ഫലാ തദ്ഖുലൂഹ ലാ തദ്ഖുലൂ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും അങ്ങനെ ചെയ്യരുത് എന്നുള്ള രൂപത്തിലാണ് വന്നത്. അതുകൊണ്ട് തദ്ഖുലൂന എന്നുള്ളതിൻ്റെ നൂന് കളഞ്ഞു, ലാ തദ്ഖുലൂ എന്ന് മാത്രമായി. ഹത്താ യുഅ്ദന, ഹത്ത എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന മുദാരിയായിട്ടുള്ള ക്രിയക്ക് നസ്ബ് കിട്ടും. അപ്പോൾ ഇവിടെ യുഅ്ദന എന്ന അവസാനത്തിൽ ഫത്ത് ഇട്ട് എഴുതിയത് ഹത്ത വന്നതുകൊണ്ടാണ്. വ ഇൻ ഖീല ലക്കും ഇർജിഉ, റജഅ എന്നുള്ളത് മാദിയായിട്ടുള്ള ഒരു ക്രിയയാണ്. ഇർജിഉ എന്ന് പറയുമ്പോൾ അത് കൽപ്പന ക്രിയയാണ്, നീ അങ്ങനെ ചെയ്യ്, നീ മടങ്ങ്. അത് കൂടുതൽ ആളുകളോട് പറയുമ്പോൾ ഇർജിഉ, നിങ്ങൾ മടങ്ങുവീൻ, കുറേ ആളുകളോട് പറയുമ്പോൾ. അപ്പോൾ ബഹുവചന രൂപത്തിലാണ് ഇത് വന്നത്. ഫർജിഉ ഹുവ അസ്കാ ലക്കും, ശരിക്ക് സക്കി എന്നുള്ളതിൻ്റെ ഇസ്മു തഫ്ദീൽ സൂപ്പർലേറ്റീവ് രൂപമാണ് അസ്കാ എന്നുള്ളത്. അസ്കാ ലക്കും വല്ലാഹു ബിമാ തഅമലൂന അലീം, അവിടെ അല്ലാഹു അലീമുൻ എന്നുള്ളതാണ് വാചകം. അതിൻ്റെ ഇടയിൽ ഒരു ബിമാ തഅമലൂന വന്നു എന്ന് മാത്രം. അപ്പോൾ അള്ളാഹു എന്നുള്ളത് മുബ്തദാണ്, അലീമുൻ എന്നുള്ളത് ഖബറാണ്. മുബ്തദിനും ഖബറിനും രണ്ടിനും ഇറാബ് റഫ് ആണ്, അതുകൊണ്ടാണ് രണ്ടിനും ലം ഇട്ട് കൊടുത്തത്. റഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപം എന്നുള്ളത് ലം കൊടുക്കലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വല്ലാഹു അലീമുൻ, അതിൻ്റെ ഇടയ്ക്ക് ഒരു ബിമാ തഅമലൂന എന്ന് വന്നു എന്ന് മാത്രം. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തദ്ഖുലൂ, അവിടെ അൻ വന്നു. അൻ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന മുദാരിയായിട്ടുള്ള ക്രിയകൾക്ക് നെസ്ബ് കിട്ടും. സാധാരണ ഫത്ത് കൊണ്ടാണ് നെസ്ബ് സൂചിപ്പിക്കുക, പക്ഷേ എപ്പോഴും അങ്ങനെയല്ല. ഇപ്പോൾ യക്തുബു എന്നാണെങ്കിൽ അൻ യക്തുബ എന്നാവും, ഫത്ത് കൊടുക്കും. എന്നാൽ അവസാനത്തിൽ വാവ് നൂനൊക്കെ വരുന്ന മുദാരിയായിട്ടുള്ള ക്രിയകളാണെങ്കിൽ ആ നൂനിനെ കളയാണ് ചെയ്യുക. അപ്പോൾ അൻ തദ്ഖുലൂന എന്ന് പറയാതെ അൻ തദ്ഖുലൂ എന്ന് പറഞ്ഞു. ബുയൂത്തൻ ഗൈറ മസ്കൂനത്തിൻ, ഗൈറ എന്ന് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജർ കിട്ടും. അപ്പോൾ ഗൈറ മസ്കൂനത്തുൻ എന്ന് പറയില്ല, ഗൈറ മസ്കൂനത്തിൻ എന്നാണ് പറയാം. അത് ആ ഗൈറ വന്നതുകൊണ്ടാണ്. ഫിഹ മത്താഉല്ലക്കും വല്ലാഹു യഅലമു മാ തുബ്ദൂന വമാ തക്തുമൂൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ 3 ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.